കണ്ടുവരാത്ത രീതിയിൽ പഞ്ചായത്തുകളിലുള്ള പദ്ധതി വീതം മുക്കാൽ ഭാഗത്തിൽ പോലും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പഞ്ചായത്തുകളുടെ പ്രവർത്തനം ആകെ താറുമാറായിരിക്കുന്നു. ഈ വിശദാംശങ്ങളെല്ലാം ഉദ്ഘാടകൻ സംസാരിക്കുന്നതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഹായിക്കുകയെ പാപ്പോട്ടെ അറിയിക്കുന്നു. ബഹുമാനായ യോഗാധ്യക്ഷൻ CPIയുടെ മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് സുകുമാരൻ, സ്വാഗതം പറഞ്ഞ CPIM പറയുന്നൂർ ലോക്കൽ സെക്രട്ടറി സഖാവ് ശോഭനരാജൻ, സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഖാക്കളെ, ഇപ്പോൾ ഒരു കൗതുകം ചില ആളുകൾക്ക് തോന്നുന്നുണ്ടാവും. CPI ഭരിക്കുന്ന പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലേക്ക് എന്തുകൊണ്ടാണ് LDFന്റെ സമരം? സമരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അണിനിരന്നുകൊണ്ട്, ജനപ്രതിനിധികളടക്കം അണിനിരന്നുകൊണ്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തത് നമ്മുടെ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന UDFന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, VD സതീശന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ നടപടികളും പരിശോധിച്ചാൽ ഈ നാടിന്റെ വികസനത്തെ തകിടമറിക്കുന്നതും ജനങ്ങളുടെ താല്പര്യത്തെ അട്ടിമറിക്കുന്നതും കോർപ്പറേറ്റ് ശക്തികൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ ഓരോ സംഭവം, അടുത്ത ദിവസം നമ്മൾ നൂറുകണക്കിന് സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയൊരു സമരം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം 2800 സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടിയിരുന്നത്. VD സതീശ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത തീരുമാനം പ്രതിമാസം 1000 രൂപ വീതം പിണറായി വിജയൻ ഗവൺമെന്റ് നൽകിയിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ, ആ പെൻഷൻ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തത് ഈ മാനദണ്ഡമനുസരിച്ച് 31 ലക്ഷം ആളുകളുണ്ട്. അവർക്ക് ഒരു വർഷം പെൻഷൻ കൊടുക്കാൻ 3800 കോടി രൂപയാണ് ഗവൺമെന്റ് ഖജനാവിൽ ബഡ്ജറ്റിലൂടെ നീക്കിവെച്ചത്. എന്നാൽ VD സതീശൻ ഗവൺമെന്റ് വന്നപ്പോൾ തീരുമാനിച്ചു സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കുക, സ്ത്രീകൾക്ക് കൊടുക്കേണ്ട. പകരം ഒരു പ്രഖ്യാപനം നടത്തി, പ്രിയദർശിനി സൗജന്യ യാത്ര. പ്രിയദർശിനി വണ്ടികൾ, KSRTC വണ്ടികളൊക്കെ കട്ടപ്പുറത്തായി കഴിഞ്ഞു. മാസം 75 കോടി രൂപയാണ് ചെലവ് വരിക. അപ്പൊ കൂടി വന്നാൽ ഗവൺമെന്റിന് ചെലവ് വരിക ഒരു വർഷം 500 കോടിയോ 600 കോടിയോ മാത്രം. വളരെ പരിമിതമായ KSRTCയുടെ ഓർഡിനറി ബസ് സർവീസ് ഉള്ള സ്ഥലത്തെ സ്ത്രീകൾക്ക് മാത്രമാണ് അത് കിട്ടുക. മറ്റ് നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുത്തിരുന്നതാണ്. അപ്പൊ പെൻഷൻ കിട്ടാത്ത വീട്ടമ്മമാർ, അതാണ് LDFന്റെ വാഗ്ദാനം, വീട്ടമ്മമാർക്കുള്ള പെൻഷൻ. നമ്മൾ വീണ്ടും പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തുടർച്ചയായ അധികാരത്തിൽ വന്നാൽ മറ്റു സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതികളെ പോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയും 2000 രൂപയാക്കി വർദ്ധിപ്പിക്കും. മാനദണ്ഡം മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ മാനദണ്ഡം നടപ്പിലാക്കുമെന്ന് പറഞ്ഞതാണ്. ആ പദ്ധതിയാണ് ഈ VD സതീശൻ സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഈ പഴയന്നൂർ പഞ്ചായത്തിലെ മാത്രം 2800 വീട്ടമ്മമാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പണം നിർത്തലാക്കി. അപ്പൊ എന്താ കോൺഗ്രസുകാരും BJPക്കാരും നുണ പറയുക? അത് CPM ഭരിക്കുന്ന പഞ്ചായത്ത് ആയതുകൊണ്ട് നിർത്തിയെന്ന് പറയും അല്ലേ? അങ്ങനെ പറയുക. നുണ പറയാൻ യാതൊരു ഒപ്പില്ലാത്തവരാണ്, നുണ പറയാൻ യാതൊരു മണിയില്ലാത്തവരാണ് എന്നവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 30 കൊല്ലമായി നിലനിൽക്കുന്ന സംവിധാനമാണ് 1996-ൽ സഖാ VK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ അധികാരത്തിൽ വന്നപ്പോൾ എടുത്ത തീരുമാനമാണ് അധികാര വികേന്ദ്രീകരണ പ്രക്രിയ. അധികാരമെല്ലാം തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സംവിധാനത്തെ മാറ്റി, അങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത്